ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന ടേബിളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാലേന്ദ്രൻ പറയാണ്, എൻ്റെ മേശപ്പുറത്ത് ഒരു കത്രികയുണ്ട്, ആ കത്രിക ഒന്ന് എടുത്തുകൊണ്ട് വന്നേന്ന് പറയാണ്. ഇത് കത്രിക എന്ന് കേൾക്കുമ്പോഴത്തേനും അലീന ആകെ ഞെട്ടുകയാണ് കേട്ടോ. എന്നാലും ബാലേന്ദ്രൻ്റെ മുറി പോയിട്ട് ആ കത്രിക എടുത്ത് കൊണ്ടു കൊടുക്കുന്നുണ്ട്. ആ കത്രിക എടുത്തിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ കത്രിക തിരിച്ച് എൻ്റെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ അത് തിരിച്ച് എൻ്റെ കയ്യിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആ വന്ന വഴി അത് ഭയങ്കര ഭീകരമാണല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അലീനോട്. അലീന അത് കേൾക്കുമ്പോഴത്തേക്കും അലീനയ്ക്ക് കാര്യം മനസ്സിലാവാണ് കേട്ടോ. അലീന പൊട്ടിക്കരയാണ്. എന്നിട്ട് ബാലേന്ദ്രനോട് പറയാണ്, അന്ന് 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 അങ്ങനത്തെ ഒരു സംഭവം നടന്നപ്പോൾ അങ്ങനെ ഒരു ഗതികേടിന് അവരെ മുന്നിൽ നിന്ന് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല സാറേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ. സ്വയം ചത്താലും അവർക്ക് കീഴടങ്ങില്ല എന്ന് ഞാൻ വാശി പിടിച്ചു, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് സാറേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ്. ഇത് കാണുമ്പോൾ ബാലേന്ദ്രന് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് കേട്ടോ. തൻ്റെ മുന്നിൽ സ്വന്തം മോള് നിന്ന് കരയണത് പോലെ തോന്നിയിട്ട് ചേർത്ത് പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുകയാണ്. രോഹിത്തിന് വേണ്ടി മാപ്പ് ചോദിക്കുകയാണ്. അതിനുശേഷമാണ് വീണ്ടും മുത്തശ്ശിയുടെ റൂമിലൊക്കെ പോയിട്ട് ഫോൺ വാങ്ങിച്ചിട്ട് റൂമിൽ കൊണ്ടുവന്നിട്ട് വോയിസൊക്കെ കേൾക്കുന്നത്. ആ സമയത്താണ് രേവതിക്കുട്ടി വൈജയന്തിൻ്റെ മകളാണ് അലീന എന്നുള്ള രഹസ്യം പറയണത് ബാലേന്ദ്രൻ കേൾക്കുകയും ബാലേന്ദ്രൻ സമനില തെറ്റിയതുപോലെ ഒരാളായി മാറുകയാണ് കേട്ടോ. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.